അല്ല കേട്ടാ, ഇന്ന് വെറൈറ്റി ഐറ്റംസ് ആണ്. വെറൈറ്റി ഒരു ദോശയാണ്. അതെന്റെ ദോശയാണ്. കരിഞ്ഞ ദോശ. കരിഞ്ഞ ദോശ എന്ന് വെച്ചാൽ ഇതൊരു കളർ മാറ്റമുള്ള ദോശ. ഈ ദോശ ഇത് കാക്കച്ചിന്റെ ദോശ അങ്ങനെയുണ്ടോ? ഞാനിപ്പോ കിട്ടുകൊണ്ടു എന്താ അറിയാമോ? അത് കാക്കച്ചിന്റെ ദോശ. ഈ ദോശ സ്പെഷ്യൽ ദോശയാണ്. ഇതിന്റെ റെസിപ്പി കാണിക്കാതെ കുറച്ച് മൈദ, കുറച്ച് ഒരു മുട്ട ഒക്കെ ഇട്ട് അടിച്ച് തയ്യാറാക്കിയ ഒരു ദോശയാണ്. വളരെ ടേസ്റ്റി. കറി എന്തിനാണത്? എന്റെ പേരെന്തിനാണ്? ഇത് 3 ദോശ. അത് ചേർന്ന് അവരുടെ അങ്ങോട്ട് കഴിച്ചോ. ഞാൻ കഴിയൂല. ഓ പിന്നെ ഞാൻ കഴിയൂല. ഇനി വീഡിയോ ഓഫ് ചെയ്തിട്ട് ചോദിച്ചാൽ തരൂല. ഇല്ല. ഇത് കറി സ്പെഷ്യലാണ്. റെസിപ്പി ഇതേ വരുന്നു കൂടെ. ഗോബി മഞ്ചൂരിയൻ. നമ്മളുടെ ഗോബി മഞ്ചൂരിയൻ ഒന്നെടുത്ത് കാണിക്കോ ക്യാമറയില്. ഗോബി മഞ്ചൂരിയനും ഗോതമ്പ് മൈദ മിക്സ് ദോശ. മുട്ട മിക്സ് ദോശ. 2 സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. സവാള ആണോ? അല്ലേ ദോശക്കകത്ത്. ഉണ്ടോ? കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? കഴിക്കുന്നില്ല ഇവിടെ. അറിയത്തില്ല. ഞാൻ പറയാം. കൊള്ളാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഗോബി മഞ്ചൂരിയൻ വാങ്ങൂലേ, അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു. സൂപ്പർ, അടിപൊളി. അപ്പം അപ്പൊ ഇത് ഇത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കി തന്ന ദീജ ബേട്ടിക്ക്, ദീജ ആൻഡ് ദീപ ബേട്ടിമാർക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എന്താണ് സ്നേഹം കൊണ്ട് എന്തൊരു നേടാൻ പറ്റുന്നു. ഇപ്പൊ കസ്റ്റമർ വിളിച്ചു നേരത്തെ ആദ്യം പറഞ്ഞപ്പോഴാണ് ഞാനല്ലേ എടുത്ത കാക്കച്ചയാണ് നമ്മുടെ വീഡിയോ കാണുന്ന പിറവത്തുള്ള ചേച്ചി. എന്തൊക്കെ പറഞ്ഞു എടുത്തപ്പോഴേ ചോദിച്ചത് കാക്കച്ചിയാണെന്ന് ചോദിച്ചത്. ഞാൻ പോലും ഞെട്ടിപ്പോയി. സേവ് ചെയ്ത് പേര് കാക്കച്ചി എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ചിലതേ എത്ര കാക്കച്ചി ഞാനും കാക്കച്ചി എന്നുള്ള കാര്യം പറഞ്ഞാൽ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും കുറേ കമന്റ് കണ്ടു. ഇനി ചോദിക്കുന്നവരടുത്ത് നമ്മളൊന്നും പറയില്ല, വിടാൻ വിടും. പക്ഷെ ഈ ചേച്ചി ഭയങ്കര സ്നേഹമായിരുന്നു. കാക്കച്ചി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മളൊരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സംസാരിച്ച് പിന്നെയും സ്നേഹം. എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ തന്നെയും ദീപയ്ക്കും കാക്കച്ചിക്കൊക്കെ സുഖം തന്നെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദീപ എന്ന് പറയുമ്പം എൻ്റെ ചേച്ചിയെ അറിയാവുന്ന അവളെ കൂടെ പഠിച്ച ആരെങ്കിലുടെയും ചേച്ചിമാരോ അമ്മയോ അങ്ങനെ എന്തോ ആയിരിക്കും ഞാൻ വിചാരിച്ചു. അവൾ വർക്കലയാണ് പഠിച്ചത്, വർക്കല അവിടുത്തെ കോളേജിൽ. അപ്പോൾ അവിടെ എങ്ങനെ കൊള്ളാൻ അഡ്രസ്സ് വന്നപ്പോൾ പിറവാം. ഞാൻ അവളോട് മേടിച്ചൊരു ചേച്ചി ദീപയ്ക്ക് സുഖം തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അതായത് ഞങ്ങൾ പിറവുള്ളതാണ്, നിന്നെ അറിയാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. അതൊക്കെ വീഡിയോ കണ്ടിട്ട് ബന്ധുത്വമായതാണ്. എന്നിട്ട് പണ്ടൊരാള് നമ്മുടെ അങ്ങനെ ബന്ധു പണ്ടെല്ലാം കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അയ്യോ നിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആദ്യം വിളിക്കാൻ നീ സംസാരിക്കുന്നത് കൊള്ളത്തില്ല, നിന്റെ സൗണ്ട് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്കിങ്ങനെ സുഖിപ്പിക്കാൻ അങ്ങനെ സംസാരിക്കാൻ, എന്നെ സുഖിപ്പിക്കാനല്ല ഇങ്ങനെ എന്തൊരു ഭയങ്കര സംസാരമൊന്നും എനിക്കില്ല. ഇല്ലേ, ഒരുതരം പറപ്പൊക്കെ സൗണ്ടാണ് അല്ലേ. സാധനം കൊള്ളാൻ പറ്റും. ദൈവം ഉണ്ടാക്കി വെക്കണേ. ഈ കാണുന്ന നമ്മളാണ് യഥാർത്ഥ നമ്മൾ. അതെ, ഈ സ്നേഹം തന്നെയാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോഴും കഴിക്കാത്തപ്പോഴും ഒക്കെ പരസ്പരം തമാശ പറഞ്ഞും സംസാരിച്ചും വഴക്കൂടിയും അടികൂടിയൊക്കെ തന്നെ പിണങ്ങിയും ഒക്കെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അത് ക്യാമറയിലായാലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വഴക്ക് പറയുകയും ചെയ്യും. അത് പറയണമല്ലോ. ഒരു ദുഷ്ട കഥാപാത്രമായിട്ടുണ്ട് ചില സമയങ്ങളിൽ. അല്ല, കാക്കയെ പോലെ ഒരു സത്യസന്ധനായ ഈ ലോകത്തിൽ ചില സമയങ്ങളിൽ കാക്കയെ പോലെ ഒരു മഹാബോറനാണ് ചില സമയങ്ങളിൽ. അത് എനിക്ക് പറഞ്ഞു തരും. ഞാൻ തിരിച്ചെങ്ങനെയാണ് വീഡിയോ നീണ്ടു പോകരുത്. പണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ശാപത്തിനെ കുറിച്ച്, ആൾക്കാർ ശപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശപിക്കുന്നതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് എന്നെ മിക്കവാറും പരിചയപ്പെടുന്നവരെല്ലാം അവസാനം ശപിച്ചിട്ടേ പോകും. അങ്ങനല്ല, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ആരുടെ അടുത്തിട്ടോ അവർക്കൊക്കെ അറിയാം. അതെ, ശപിച്ചു പോവും അല്ലേ. ശപിക്കല്ല, കൊന്നു. സത്യം
അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, റെസിപ്പി കൂടെ ചേർക്കുന്നുണ്ട്. കാക്കച്ചി ചരിതം നാളത്തെ ചോറ്റുപാത്രത്തിൽ വരുമ്പോൾ പറയാം. ബാക്കി നാളെ പറയാം. ഇത്രയും പറഞ്ഞ് ബൈ ബൈ. വീഡിയോ ഒക്കെ കംപ്ലീറ്റ് കാണോ, അഭിപ്രായം പറയൂ. ഹായ്. ഓക്കെ, ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? തീർത്തും വെറൈറ്റിയാണ് കേട്ടോ. കാക്കച്ചിട്ട് എനിക്കൊന്ന് കറങ്ങുന്നുണ്ട്. ഭയങ്കര ചൂട്. ഓക്കെ, അവിടെ ഇരുന്നോ, ചൂടാക്കി. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇടാം. എല്ലാവരും ബയോ. മീഡിയം സൈസ് ഒരു കോളിഫ്ലവർ ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അത് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഊറ്റിയെടുക്കുന്നതാണ്. അതിലുള്ള എല്ലാ പുഴുക്കളൊക്കെ എണ്ണയിൽ പോകാൻ. എന്നിട്ട് മൈദയാണ് 2 ടേബിൾ സ്പൂൺ ഇടുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇല്ല, അതിനും താഴ്ന്നൊരു കരണ്ടിയാണ്. പിന്നെ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും. നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. ഇന്ന് പിന്നെ അത്താഴത്തിന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഉപ്പ് പൊടിയും കൂടെ ഇട്ട്, കുരുമുളക് പൊടിയും കൂടെ ഇടണം, പക്ഷേ നമ്മൾ ഇട്ടില്ല കേട്ടോ, മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ദേ അതിലേക്ക് പുരട്ടി വെക്കണം. ഇതിൽ ഇത്തിരി വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ട് ചേർത്ത് വന്നപ്പോൾ കേട്ടോ. ഇത്രയും വെള്ളം വേണ്ട. അപ്പോൾ ചേച്ചി വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കണേ. ഇതിനെക്കാട്ടി വ്യത്യസ്തമായി നിങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ റെസിപ്പി ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ സൺഫ്ലവർ ഓയിലെങ്ങാണ് വേണം ഒഴിക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇവിടെ സൺഫ്ലവർ ഓയിലായിരുന്നു, നല്ലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. നല്ലെണ്ണയ്ക്കാണ് വില കൂടുതലും. പക്ഷേ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. കുരുമുളകും കൂടെ ചേർത്തിട്ട് മസാല പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പും കോൺഫ്ലവറും മൈദയും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ചൈനീസ് വിഭവമാണ് ഗോബി മഞ്ചൂരിയൻ. ഇതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡിഷൊക്കെ അറിയാമല്ലോ, സൈഡ് ഡിഷാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ വെജിറ്റേറിയൻസ് കഴിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേറെ ചില്ലി സോസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്, സോയാ സോസ് ഉണ്ടായിരുന്നു അതൊഴിച്ച് കൊടുത്തു. പിന്നെ കെച്ചപ്പ് ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഉണ്ട്. ഇനി ലുലുവിലെങ്ങാനും പോകുമ്പോൾ ഒരു ചില്ലി സോസൊക്കെ മേടിക്കണമെന്നൊക്കെ ഞാൻ കരുതുന്നു കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റികൾ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ലൂസാക്കി വയ്ക്കാം, നമുക്ക് ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലൂസാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് എടുത്തുകൊണ്ട് വന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും കാക്കച്ചി കേട്ടോ. ഇതൊന്നും വേണ്ട എന്നാണ് കാക്കച്ചിയുടെ നയം. അപ്പോൾ നമ്മളൊരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കിണ്ണം എടുത്ത് അതിലോട്ട് നമുക്കിങ്ങനെ പുരട്ടി വയ്ക്കാം കേട്ടോ. ഇതൊക്കെ അവിടെ ഇരുന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ച് അത് കഴിഞ്ഞ് 2 സവോള ഇട്ട്. ഇതിപ്പോൾ ചൈനീസുകാർ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യട്ടെ, സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ട് ചെയ്യും. നമുക്കതൊന്നും ഇല്ല, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് പല രീതിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു രീതി ഉണ്ടാക്കിയൊക്കെയുണ്ട്. 3 പച്ചമുളകാണ് വട്ടത്തിലരിഞ്ഞിട്ട് ഇടുന്നത്. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് വഴറ്റാം. നമ്മളൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ചൈനീസുകാർ ഉണ്ടാക്കുന്നതിന് ഇന്ന സാധനമുണ്ട്, നമുക്കതില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പതറിക്കരുത്, നിങ്ങളങ്ങ് ഉണ്ടാക്കണം. അതാണ് ഹീറോയിസം, പിന്നല്ല. നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാലോ നമ്മളുണ്ടാക്കും. പക്ഷേ ഒരു ഹോട്ടൽ ഇന്ന് കിട്ടുന്ന ആ ഒരു ഗോബി മഞ്ചൂരിയുടെ രുചിയൊക്കെ വരും കേട്ടോ, സത്യം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. ഒരു ജീവിതം ഉള്ളതിനെ ഇങ്ങനെയൊക്കെ നമ്മൾ ആനന്ദകരമാക്കണം. എന്നിട്ട് അതൊന്ന് വഴന്നു വന്നപ്പോൾ നമ്മുടെ സോസൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചു. നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ടാണ് ചേർക്കാനുള്ളത്. കുറച്ച് വെള്ളം മതിയെ കുറച്ച് വെള്ളം ചേർക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര വേണമായിരുന്നു. എന്നിട്ട് കുരുമുളക് പൊടി നമ്മൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ ഇടേണ്ടതാണ്, നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തു. അങ്ങനെയേ ഉള്ളൂ. നമ്മളെ ഇഷ്ടത്ത് ചെയ്യുക. അങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി വരും. അപ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. കോളിഫ്ലവറും കോൺഫ്ലവറും ഒക്കെ തമ്മിൽ എനിക്ക് മാറിപ്പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കുറവാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യണം. കാരണം ജീവിതത്തിൽ ഒരുപാട് ഓടിയെത്താൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട്. ഞാനൊക്കെ വിചാരിക്കുക നമ്മളൊക്കെ ഇനി എന്നായിരിക്കും ഒന്ന് സന്തോഷമായിട്ടിരിക്കുക എന്ന്. എപ്പോഴും എന്നുവെച്ചാൽ എന്നും ഓരോരോ പ്രതിസന്ധികളാണല്ലോ. മാറുമായിരിക്കും അല്ലേ, ആർക്കറിയാം. അപ്പോൾ ഇവിടെ ഓരോ സന്തോഷമുള്ള കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വേദനകളോ അല്ലേ, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടി അതിലോട്ട് ഒഴിച്ചുകൊണ്ട് ഇനി അതങ്ങ് കുറുകി വരും. ഇനി വലുതായിട്ട് തീയൊന്നും വയ്ക്കണ്ട. ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് ദോശയുടെ കൂടെ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കും, അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോബി മഞ്ചൂരിയൻ. ഇതേപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ, പൊളിയായിരിക്കുക. ഇതേപോലെ കൂടെ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ ദീജ.